സുരേഷ് ഗോപി സാറ് ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടെ ഞങ്ങൾ അംഗീകരിക്കുന്നു. ഇവിടുത്തെ മന്ത്രിമാരാരും അനങ്ങുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ല. മൊത്തം 72 പേര് ഭരിച്ചിട്ടുണ്ട് മുതലപ്പൊടിയിൽ. MLA-മാരൊക്കെ വന്ന് നോക്കേണ്ടി പോകും. അവരിങ്ങനെ എല്ലാം ജയിച്ചു പോയി കഴിഞ്ഞാൽ ആരും തിരിഞ്ഞു നോക്കുന്ന പരിപാടിയൊന്നും ഇല്ല. മുതലപ്പുഴയുടെ നിർമ്മാണത്തിലുള്ള അശാസ്ത്രീയത കാരണം ഈ പ്രദേശത്തെ ജനങ്ങൾ വളരെയേറെ പ്രയാസങ്ങളാണ് അനുഭവിക്കുന്നത്. തുടർന്ന് ഞങ്ങൾ തീരദേശവാസികളോട് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് മുതലപ്പുഴയുടെ നിർമ്മാണത്തിലെ അശാസ്ത്രീയത കാരണം ഈ പ്രദേശത്തെ പല കരഭാഗങ്ങളും കടലെടുക്കുകയും അവരുടെ വീടുകളെല്ലാം നശിക്കുകയും ചെയ്തു എന്നാണ്. വർഷത്തിൽ പല സമയങ്ങളിലും ഈ പ്രദേശത്ത് കടൽക്ഷോഭം ഉണ്ടാവാറുണ്ട്. ആ കടൽക്ഷോഭത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ വള്ളങ്ങളും യന്ത്രവൽകൃത ബോട്ടുകളും നശിക്കാറുമുണ്ട്. കടൽ നിക്ഷേപിച്ചിരിക്കുന്ന പുളിമുട്ടിലിടിച്ചും മത്സ്യത്തൊഴിലാളികൾക്ക് ജീവഹാനി ഉണ്ടായിട്ടുണ്ട്. മുതലപ്പുഴയുടെ നിർമ്മാണ ഉദ്ഘാടന വേളയിൽ നിശ്ചയിച്ച പ്രകാരമല്ല തുടർന്ന് നിർമ്മിച്ചതെന്ന് പല മുതിർന്ന മത്സ്യത്തൊഴിലാളികളും അഭിപ്രായപ്പെട്ടു. ഞങ്ങൾക്ക് ആദ്യം നയനാർ സാറ് കല്ലിട്ടെടുത്തിട്ടാണ് കല്ലടിച്ച് പുലിമുട്ട് ശരിയാക്കി തരേണ്ടത്. പക്ഷെ അത് അവരങ്ങനെ ചെയ്യാതെ അവരുടെ ഇഷ്ടാനുസരിച്ച് ചെയ്ത് അത് അതിന് എത്ര 68 മരണം വരെയായി. ഇപ്പം 2 ദിവസത്തിന് മുമ്പേ ഒരു മരണം നടന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്കത് ശരിക്കും ജോലിക്ക് പോകാൻ പോലും സാധിക്കുന്നില്ല. ഭയങ്കര ഭയപ്പാടാണ്. ഭയങ്കര ഭയപ്പാടാണ്. അവിടെ ചെന്ന് നോക്കാം, നിങ്ങളൊന്ന് പോയി നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അവിടെ കാണാൻ സാധിക്കും. അത് അപ്പം നമുക്ക് ജോലിയില്ലാതായി. കടൽ ഭിത്തിയില്ല, ഇവിടെ കടലിൽ പുലിമുട്ടടിക്കുന്നില്ല, കടലിലേക്ക് കയറി ഇതൊക്കെ ഇപ്പം പള്ളി പൈസ ചിലവാക്കി ശരിയാക്കിയതാണ്. മത്സ്യത്തൊഴിലാളികളൊക്കെ ഒരു മത്സ്യം പിടിക്കാൻ തന്നെ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാനുള്ള അവസ്ഥയല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്ന ജീവിതമൊക്കെ. എപ്പോഴായിരുന്നാലും ഞങ്ങൾക്ക് ആപത്താണ്. ഇവിടുന്ന് മാറുന്നതെന്ന് സർക്കാർ പറയുന്നത് ഇവിടെ 10 രൂപ ആണ് തരുന്നത് വീട് വയ്ക്കാൻ വേണ്ടി. 10 രൂപ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മളെ ജീവിത ശൈലി തന്നെ കടൽ കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ജീവിത ശൈലി കടൽ കൊണ്ട് ജീവിക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരുപാട് മാറ്റങ്ങളും ഇതൊക്കെ ഉണ്ടാവുന്നു. പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു നേരം പോലും കഴിയാൻ പറ്റാത്ത ദാരിദ്ര്യമാണ് ഇപ്പോഴും 6 മാസം കൊണ്ട്. ഒരു മത്സ്യം തന്നെ പിടിക്കാനായിട്ട് നമുക്കില്ല മക്കളെ. അതുകൊണ്ട് നമ്മളിങ്ങനെ പട്ടിണിയും ദാരിദ്ര്യമായിട്ടൊക്കെ കിടക്കുക. ഞാൻ കൊച്ചിലെ മുതലേ ഇപ്പം 60 വയസ്സായി. 60 വയസ്സ് മുതലൊക്കെ തീരത്തി തന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ താമസവും ഇതിൻ്റെ അടുത്ത് തന്നെ പോക്കും. കടലിനോട് മല്ലിട്ട് പോകും, അല്ലെങ്കിൽ കിട്ടുമ്പോഴേങ്ങി തിരിച്ചു വരും. ഒന്നും കിട്ടാത്ത ദിവസങ്ങളും ഉണ്ടായിരുന്നു. മാസത്തിൽ ഒരു ദിവസം മാത്രമേ കിട്ടുകയുള്ളൂ. അപ്പം നമ്മളെന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ തീരദേശ പള്ളിയിൽ ആ ഭാഗത്ത് തന്നെ ഒരുപാട് കടൽ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് പിന്നെ ഈ ഭിത്തിയൊക്കെ ഞങ്ങളിപ്പോഴും കെട്ടിയത്. പള്ളി മുഖേനയാണ് ഭിത്തി കെട്ടിയത്. ഇവിടുത്തെ മന്ത്രിമാരാരും അനങ്ങുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ല. MLA-മാരൊക്കെ വന്ന് നോക്കേണ്ടി പോകും. അവരിങ്ങനെ എല്ലാം ജയിച്ചു പോയി കഴിഞ്ഞാൽ ആരും തിരിഞ്ഞു നോക്കുന്ന പരിപാടിയൊന്നും ഇല്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ കൂടിയാണ് നമ്മളെ ജീവിതശൈലി. നമ്മളെ മരണം എപ്പോഴായിരുന്നാലും കൊണ്ട് നടക്കുക. അത് മാത്രമല്ല, മുതലപ്പൊടിയിൽ മണ്ണ് വീണ് പകുതി ഭാവവും മണ്ണ് വീണ് നിറഞ്ഞിടക്കുക. അപ്പോൾ വള്ളങ്ങൾ അങ്ങോട്ട് പോകാനൊക്കത്തില്ല. അതുകൊണ്ടാണ് പെട്ടെന്ന് ഇപ്പോൾ ഒരു മരണം നടക്കാൻ സാധ്യത. ഒരു പുലിമുട്ട് ഇളക്കി തെക്ക് വശത്ത് ഒരു പുലിമുട്ട് ഇളക്കി തെക്കോട്ട് മാറി അടിച്ച് കറങ്ങി വന്നാൽ അവിടെ ജനന്തരമുള്ള അതിൽ ഹാർബർ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ 2 പുലിമുട്ടാണ് അടിച്ചത്. ഇങ്ങനത്തെ 2 പുലിമുട്ടാണ് അടിച്ചത്. ഹാർബറാണ് ഉണ്ടാക്കിയത്. അത് നാനാറ് കല്ല് അവിടെ ഇപ്പോഴും കിടപ്പുണ്ട്. എന്നാൽ അവിടെ നിന്ന് അടിച്ചിൽ കയറിയില്ല അവർ. ഇപ്പോൾ കണ്ടറാക്കന്മാരുടെ കാര്യമാണ്. അപ്പോൾ അവർ കൊണ്ട് കുറച്ച് അവത്തോട്ട് കയറി കല്ലിട്ട് പിന്നെ 2ാമത് അടിച്ച് കയറിയപ്പോൾ 2 പുലിമുട്ട് 2 ഭാഗത്തും വന്ന്. ഇത് ഹാർബർ ആകുമ്പോൾ കറയുണ്ട്. വാടി ഹാർബർ കിടക്കുന്നു, കായംകുളം ഹാർബർ കിടക്കുന്നു, കൊല്ലത്തെ നീണ്ട ഒരു ഹാർബർ കിടക്കുന്നു. അത് ഒരു കുഴപ്പമില്ല. അത് മണ്ണെടുക്കുന്ന ഇവർ ഒരു കൊച്ചു കറണ്ട് ഇട്ട് മണ്ണ് വരുന്നു. മണ്ണ് അങ്ങനെ അടിക്കണം. മണ്ണ് പൈപ്പിട്ട് അടിച്ച് കരക്കളയണം. എന്നാലേ നമുക്ക് ഇവിടെ കുഴി കിട്ടത്തുള്ളൂ. കുഴി കിട്ടുമ്പോൾ ഈ വെള്ളം തട്ടുമുട്ടാതെ പോകത്തുള്ളൂ വെള്ളം. അല്ലെങ്കിൽ വെള്ളം പോകത്തില്ല. വള്ളത്തിൽ ഇടിക്കുന്ന വെള്ളം കമരും. കടകണമ്പ് കമരുമ്പോഴാണ് ജനങ്ങൾ പറയുന്നത്. മൊത്തം 72 പേര് മരിച്ചിട്ടുണ്ട് മുതലപ്പൊടിയിൽ. വിവിധ രാഷ്ട്രീയ നേതാക്കൾ പല ഘട്ടങ്ങളിലായി ഈ പ്രദേശം സന്ദർശിച്ചുവെങ്കിലും നാളിതുവരെ മത്സ്യത്തൊഴിലാളികളുടെ പരാതികൾക്ക് ഒരു ശാശ്വത പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ല. എന്നാൽ ഇപ്പോൾ അവരിൽ ചിലർ പ്രതീക്ഷ അർപ്പിക്കുന്നത് സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപി ഈ പ്രദേശം സന്ദർശിച്ചുകൊണ്ട് ഇവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കുകയാണ് എങ്കിൽ അദ്ദേഹത്തിന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഇവരുടെ പ്രയാസങ്ങൾക്കെല്ലാം ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഇന്ന് ഇവരിൽ ചിലർ വിശ്വസിക്കുന്നുണ്ട്. ഇപ്പോഴും തന്നെ 10, 75, 80 മരണം കഴിഞ്ഞു. ഇതിന് വേണ്ടിയിട്ട് ഒരു സർക്കാർ വരെ ഇടപെടയോ എല്ലാവരും വരാറുണ്ട്. വന്നിട്ട് നാളെ മുട്ടായിന് പോലെ നാളെ തൊലിച്ചിട്ട് അങ്ങനെ പോകാറാണ്. ഇതുപോലെ അല്ല നമ്മളെ സർക്കാർ വേണ്ടത്. പിന്നെ നമ്മളൊരു സർക്കാർ വേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ ജനങ്ങളെ സൂക്ഷിക്കുക, അല്ല മരണമല്ല നമുക്ക് വേണ്ടത്. ഇപ്പൊ ഈ മുതലപ്പൊഴി എന്നുള്ള മരണപ്പൊഴിയാണെന്ന് എല്ലാവരും പറയണത്. കഴിഞ്ഞ 24 വാർത്തയിൽ ഞാൻ കേട്ടാണ്. ഒരു വാർത്ത പറഞ്ഞ ഒരു ചേട്ടായി പറഞ്ഞാണ്
അയാൾ തന്നെ ഇങ്ങനെ കൈമലത്തെയാണ്. ഇതെന്താണ് കാണിക്കണേന്ന്? ഇതെന്താണ്? ഈ കടലിലൊക്കെ ഞങ്ങൾ ജോലിക്ക് പോകണ്ടേ? ഇതെന്താ? മത്സ്യത്തൊഴിലാളികൾ ഞങ്ങൾ 10 രൂപ കിട്ടാൻ വേണ്ടിയല്ലേ പോണത്? ഇതിൽ കിട്ടിയല്ലേ ഇവരൊക്കെ എല്ലാം ഉണ്ടാക്കിയിട്ട് പോണത്. ഇതിനു വേണ്ടിയായിട്ടൊക്കെ നമ്മൾ എന്താണ് പറയേണ്ടത് ഇവരെ കുറിച്ച്? അതിനെക്കുറിച്ചൊക്കെ മറ്റുള്ള മേക്കാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. ഓരോ പാർട്ടിക്കാർ ജയിച്ചു പോവുകയും ചെയ്യും. അവർ പറയും ഇതാണ്ട് 10 ലക്ഷമായി, 15 ലക്ഷമായി, 2 കോടിയായി, 3 കോടിയായി. 10 വർഷത്തിന് മുമ്പേ മുട്ടടിക്കാനായിട്ട് ഇവിടെ നിന്ന് 10 കോടി രൂപ ഉണ്ടാക്കിയിട്ടെന്ന് പറയും. എവിടെ പുലിമുട്ട്? എവിടെ പുലിമുട്ടൊന്നുമില്ല. ഇവിടെ പുലിമുട്ട് കാണാനില്ല, ഒന്നും കാണാനില്ല. ഇവിടെ മരണം മാത്രമേ സംഭവിക്കുന്നുള്ളൂ, അല്ലാതെ വേറെ ഒന്നും സംഭവിക്കുന്നില്ല. നിങ്ങൾ തന്നെ സ്വയമായിട്ട് നോക്കി. ഇതൊക്കെ പള്ളിയായിട്ട് ഉണ്ടാക്കിയിട്ടവരോടാണ് ഇതൊക്കെ കല്ലടിക്കണേ പിടിക്കണേക്കെ. ഓരോ വീട്ടുകാരൊക്കെ വെള്ളത്തിന്റെ പുറത്താണ് കിടന്ന് ജീവിക്കുന്നത്. അപ്പൊ ഈ സർക്കാർ എന്താ ചെയ്യണത്? പിന്നെ സുരേഷ് ഗോപി സാർ കയറി അത് ചെയ്യുമെന്നുള്ള വിശ്വാസമുണ്ട് നമുക്ക്. സുരേഷ് ഗോപി സാർ കയറി അത് വിശ്വാസമുണ്ട് ചെയ്യുമെന്നുള്ളത്. പക്ഷെ അയാളുടെ നമ്പർ ഞാൻ ചോദിച്ച് നടക്കുകയാണ്. എൻ്റെ നെറ്റിൽ കിട്ടുന്നില്ല. അയാളുടെ നമ്പറിൽ ഞാൻ വിളിക്കും. ഇത് പൂത്രപ്പള്ളിയുടെ ഇടവകയിൽ നിന്ന് വിളിച്ചിട്ട് ഞാൻ പറയാണ് സുരേഷ് ഗോപി സാറ് ചെയ്യും. സുരേഷ് ഗോപി സാറ് ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടെ ഞങ്ങൾ അംഗീകരിക്കുന്നു. സുരേഷ് ഗോപി സാറ് ഇത് ചെയ്തിരിക്കും. എന്നുവെച്ചാൽ ഞാൻ മെറൈനിൽ വർക്ക് ചെയ്ത ഒരാളാണ്. മെറൈൻ്റെ വർക്കും ലൈസൻസും എല്ലാം എൻ്റെ കയ്യിലുണ്ട്. കടലിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട്. സുരേഷ് ഗോപി ഏത് സമയത്ത് ചോദിച്ചാലും ആ സാധനം അയച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. നിയമപരമായിട്ട് എൻ്റെ കയ്യിൽ ക്ലിയർ ആയിട്ടുള്ള ലൈസൻസ് എല്ലാം ഉണ്ട്. അത് സുരേഷ് ഗോപി സാറ് ഇത് മെറൈൻ്റെ ഈ വർക്കിന് വേണ്ടിയിട്ട് ഇറങ്ങുമെന്നുള്ള ഒരു വിശ്വാസം നമ്മളെ കയ്യിലുണ്ട്. അത് ഇറങ്ങുകയും ചെയ്യും. സുരേഷ് ഗോപി സാറ് ഇറങ്ങുമെന്നുള്ള വിശ്വാസത്തോടെ, ഈ പൂത്ര റോക്കി പുണ്യങ്ങളുടെ വിശ്വാസത്തോടെയാണ് ഞാൻ പറയണത്. പിന്നെ ഒരു മരണം സംഭവിക്കാൻ പാടില്ല.